ഓപ്പറേഷൻ സിന്ദൂരിൽ ജെയ്ഷെ നേതാവും കാണ്ഡഹാർ വിമാന റാഞ്ചലിലെ പ്രധാനിയുമായിരുന്ന അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിലാണ് കൊടും ഭീകരൻ കൊല്ലപ്പെട്ടത്. ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരനാണ് അബ്ദുൾ റൌഫ് അസർ. കഴിഞ്ഞ ദിവസം ബവൽപൂരിൽ നടന്ന തിരിച്ചടിയിലാണ് റൌഫ് അസർ കൊല്ലപ്പെട്ടത്. ഇയാൾക്കൊപ്പം മറ്റ് 13 പേർ കൂടി കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഇക്കാര്യം ജെയ്ഷെ നേതൃത്വം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 2ാം ദിവസവും പാകിസ്ഥാൻ സൈന്യം അതിർത്തി കടന്ന് ഷെല്ലാക്രമണം നടത്തി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബുധനാഴ്ചയാണ് ആക്രമണം നടത്തിയത്. കർണ മേഖലയിലെ സിവിലിയൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യം അർദ്ധരാത്രിക്ക് ശേഷം ഷെല്ലുകളും മോർട്ടാറുകളും പ്രയോഗിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രകോപനമില്ലാതെ നടന്ന വെടിവെപ്പിനെതിരെ ഇന്ത്യൻ സായുധ സേന ശക്തമായി തിരിച്ചടിച്ചു. ഇതുവരെ മേഖലയിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് കർണയിലെ ഭൂരിഭാഗം സാധാരണക്കാരും സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് മാറി. പഹൽഗാമിലെ ബൈസരനിൽ 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 15ാം ദിവസം ഇന്ത്യ മറുപടി നൽകി. പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാനിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ബുധനാഴ്ച പുലർച്ചെ മിന്നൽ വ്യോമാക്രമണത്തിലൂടെ ഇന്ത്യ തകർത്തു. കൊടും ഭീകരൻ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുക്കളടക്കം 70-ലേറെ ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. തിരിച്ചടിക്ക് പിന്നാലെ കശ്മീരിലെ നിയന്ത്രണ രേഖയിലും അതിർത്തിയിലുമായി പാക് സൈന്യം നടത്തിയ വെടിവെപ്പിലും ഷെൽ ആക്രമണത്തിലും ജവാൻ ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടു. 5 ഫീൽഡ് ജെറിമിന്റിലെ ലാൻസ് നായിക് ദിനേശ് കുമാറാണ് പൂഞ്ച് മേഖലയിൽ വീരമൃത്യു വരിച്ചത്. 40-ലേറെ പേർക്ക് പരിക്കുകളുണ്ട്. കൊല്ലപ്പെട്ടവരിൽ കുട്ടികളുമുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ രാജ്യത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്ത് രാജ്യത്തെ 27 വിമാനത്താവളങ്ങൾ അടച്ചിട്ടു. മെയ് 10 വരെയായിരിക്കും ഇത് ബാധകമാവുക. ശ്രീനഗർ, ജമ്മു, ലേ, ചണ്ഡീഗഡ്, അമൃത്സർ, ലുധിയാന, പാട്യാല, ബന്ദിത, ഹൽവാര, പത്താൻകോട്ട്, ഭുന്ദർ, ഷിംല, ഗഗ്ഗൽ, ധർമ്മശാല, കിഷൻഗഡ്, ജയ്സാൽമീർ, ജോധ്പൂർ, ബിക്കാനീർ, മുണ്ട്ര, ജാംനഗർ, രാജ്കോട്ട്, ഭുണ്ടലി, പ്ലോർജ്ല എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടത്. സുരക്ഷാ മുൻകരുതലിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ 250ഓളം വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ജമ്മു കാശ്മീർ മേഖലയിലും സുരക്ഷാ മുൻകരുതലിന്റെ പശ്ചാത്തലത്തിൽ 10ഓളം വിമാനത്താവളങ്ങൾ അടച്ചിട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന സാഹചര്യത്തിൽ രാജ്യാന്തര അതിർത്തിയിൽ BSF അതീവ ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. നിക്ഷേപ തട്ടിപ്പിന് വഴിയൊരുക്കിയതിന്റെ പേരിൽ 23,000 ഫേസ്ബുക്ക് പേജുകളും അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്ത മാതൃകമ്പനിയായ മെറ്റ. പ്രധാനമായിട്ടും ഇന്ത്യ, ബ്രസീൽ എന്നിവിടങ്ങളിലെ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട തട്ടിപ്പാണ് നടന്നത് എന്നാണ് വിവരം. ഡീപ് ഫേക്ക് ടെക്നോളജി, പ്രശസ്തരായ ഫിനാൻസ് കണ്ടന്റ് ക്രിയേറ്റർമാരെ ഉപയോഗിച്ചുള്ള വ്യാജ പരസ്യങ്ങൾ, ക്രിക്കറ്റ് താരങ്ങളെയും ബിസിനസ്സുകാരെയും ഉപയോഗിച്ചുള്ള പ്രൊമോഷനുകൾ എന്നിവ ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെന്റ് ആപ്പുകളും ഗാംബ്ലിംഗ് വെബ്സൈറ്റുകളും ഈ അക്കൗണ്ടുകൾ പ്രോത്സാഹിപ്പിച്ചുവെന്ന് മെറ്റ കുറിപ്പിൽ പറഞ്ഞു. നിക്ഷേപക ഉപദേശങ്ങൾക്കായിട്ടുള്ള മെസ്സേജിംഗ് ആപ്പുകളിലേക്കും ഗൂഗിൾ പ്ലേ സ്റ്റോറിനെ അനുകരിച്ച് ചൂതാട്ട ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു വ്യാജ വെബ്സൈറ്റിലേക്കും ഇവർ ആളുകളെ വഴിതിരിച്ചുവിട്ടു. നിക്ഷേപ തട്ടിപ്പുകാർ ക്രിപ്റ്റോ കറൻസി, റിയൽ എസ്റ്റേറ്റ്, ഓഹരി എന്നിവയിൽ പണം നിക്ഷേപിച്ച് വൻതുക ലാഭം വാഗ്ദാനം ചെയ്ത് ആളുകളെ കുടുക്കുകയും ചെയ്യുന്നതായിട്ട് മെറ്റ പറയുന്നുണ്ട്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും വിൽപ്പനക്കാരായി വ്യാജന്മാർ എത്തുന്നുണ്ട് എന്നാണ് മെറ്റ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.